ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. അപ്പോൾ നമ്മുടെ പതിപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അത് ഇൻട്രോ പറയുന്നത് തന്നെ ഞാൻ ആ ഇത് ടിപ്സ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരിതാണ്. അപ്പം ഞാൻ ലൈവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണേ ഞാൻ നിങ്ങളെ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ്. ഇതൊരു മാജിക്കൽ ക്രീം എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക എഫക്റ്റ് കിട്ടുന്ന ഒരു ക്രീമാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി സൂക്ഷിക്കാം. ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് രാവിലെ തന്നെ ഇട്ട് കൊടുക്കാം. അതല്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്നൊക്കെ അന്നിപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ പോയി വന്ന ഉടനെ ഒന്ന് ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ ക്രീം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് കരിവാളിപ്പം എന്ന് പറയുന്ന സാധനം മുഖത്തുണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ മാർഗ്ഗമാണ് ഇത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി. ഇതിൻ്റെ ഒന്നും നമുക്ക് ഇത്ര ആവശ്യമില്ല, ഒരു പകുതി തക്കാളി മതി. അപ്പോൾ അതാണ് ഇത് എടുത്തേക്കുന്നത്. ഇനിയിപ്പം ഇതിൽ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചു കൊടുക്കാം. അപ്പം പിന്നെ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതിലിങ്ങനെ അരച്ചാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പിഴിഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ ഇത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ എല്ലാ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ നല്ല അടിപൊളി ഇതാണ്. അതിന് ക്യാരറ്റിൻ്റെ ഗുണമൊന്നും എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്യാരറ്റും തക്കാളിയും ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഇതാണ്. പിന്നെ സ്കിൻ പെട്ടെന്ന് വൈറ്റ് ആകാനും ഒക്കെ ഇത് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് ലൈവ് നിങ്ങൾക്ക് റിസൾട്ടും മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2-3 ചെയ്തേക്കണ എല്ലാം ഡെയിലി ഇട്ട് കൊടുക്കാൻ പറ്റിയ ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു മാജിക്കൽ ക്രീമാണിത്. ഡെയിലി ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല മുഖത്ത് നല്ല നിറം കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഒരുപാട് രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒന്നുമല്ല, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു മാർഗ്ഗവും. അത് നമുക്കിത് ഒരുപാടൊന്നും ആവശ്യമില്ല. തക്കാളി ആണെങ്കിലും പകുതി മതി. ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് എടുക്കുക. അപ്പോൾ മിക്സിയിലാണ് അടിച്ചെടുക്കണമെങ്കിൽ വെള്ളം ഇട്ട് പൊഴിക്കാണ്ട് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല റിസൾട്ടാന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള എല്ലാത്തിനും ഉള്ള ഒരു റിപ്ലൈ തന്നെയാണിത്, ഈ ക്രീം നമ്മുടെ. അപ്പോൾ അതേ ഞാനിത് ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല പൾപ്പായിട്ടാണ് കിട്ടിയേക്കണുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് തുണിയിൽ അരിച്ചെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. ഉണ്ട് ഇങ്ങനെ നമ്മൾ ഈ അരിപ്പയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് അതിൻ്റെ ജ്യൂസ് ഇങ്ങോട്ട് കിട്ടും നമുക്ക്.
അപ്പം നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിൻ നല്ലതായിട്ട് വെളുക്കും, ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. നല്ലതായിട്ട് വെളുക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ഈ ഒരു ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു ലുക്ക് വരും. ഇപ്പം കണ്ട, നമ്മളിപ്പം ഇതിലിങ്ങനെ ഇതാക്കി എടുത്തുകൊണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് നല്ല ജ്യൂസും കിട്ടി. മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല. വേണ്ടത് ഇത്രയും അതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാമേ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പം ഞാനിത് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാത്തിനും നമ്മുടെ റൈസ് പൗഡർ ഇടാത്ത പരിപാടിയില്ല. അത് അത്രയ്ക്ക് നല്ലതാണ് നമുക്ക് സ്കിന്നിന്. അപ്പോൾ അതേ ഞാൻ ഒരു 1.5 സ്പൂൺ നമ്മുടെ റൈസ് പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചേർക്കണേന്ന് അറിയാമോ? നമ്മുടെ കോൺ സ്റ്റാർച്ച് ഇല്ലേ, കോൺഫ്ലവറിൻ്റെ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ മിക്സാക്കി എടുക്കണം. ഉണ്ടോ? അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചേർത്ത്? നമ്മുടെ ക്യാരറ്റിൻ്റെ തക്കാളിയുടെ ജ്യൂസിൻ്റെ അകത്തോട്ട് അരിപ്പൊടി ഇട്ട്, പിന്നെ കോൺ സ്റ്റാർച്ച് ഇട്ട്, അപ്പോഴത്തേക്ക് നല്ലൊരു നമുക്ക് മുഖത്ത് പുരട്ടാൻ പറ്റിയൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇട്ടാൽ നല്ല റിസൾട്ടായിട്ടോ നിങ്ങൾക്ക്. ഞാൻ ഞാൻ കാണിച്ചു തരാം. നല്ല ലൈവ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്കും നല്ല ഇതാണ്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലാസ് പോലെ ആകാനൊക്കെ പറ്റിയതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു സൂത്രം കൂടി ചേർക്കണം. നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളില്ലേ, ഈ ഓയിൽ അതും കൂടി അതിൽ 2-3 ഡ്രോപ്സേ കാണത്തുള്ളൂ. അപ്പം അതും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തൈര് നല്ലൊരു തൈരും പോട്ടെ, തക്കാളി നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടി ആട്ടാ. അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തേക്കണത് തക്കാളിയുടെ നീരും ക്യാരറ്റിൻ്റെ ഈ 2 നീരാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് 2 തുള്ളി ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. അതായത് നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ കേട്ടോ. അധികം വേണ്ടത് 2 തുള്ളി മതി. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നിറങ്ങണ്ട നല്ലൊരു പീച്ച് കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇതാണ്. കരിവാളിപ്പൊക്കെ ആണെങ്കിൽ പമ്പടക്കും. അപ്പോൾ ഡെയിലി നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം.
അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ പുരട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലൈവ് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് സാധനം. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ കരിവാളിപ്പ്, പിന്നെ നമുക്ക് പുറത്തൊക്കെ പോയി വരത്തില്ലേ, നമ്മൾ അപ്പളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസൾട്ടാണ്. നമുക്ക് ആ നമ്മുടെ മുഖത്തുനിന്ന് ആ കറുപ്പ് പെട്ടെന്ന് മാറിപ്പോടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സ്ക്രബ് ചെയ്യാട്ടോ ആദ്യം തന്നെ. മറ്റേ ഇതിൽ അരിപ്പൊടിയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് ചെറിയ തോതിലൊരു സ്ക്രബ് കൊടുക്കാം. അല്ലാണ്ട് ഇതിനായിട്ട് ഇനി വേറെ സ്ക്രബൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റാണ്. അതായത് നമുക്കൊരു ശരിക്കും എന്താണ്ട് മേക്കപ്പ് ക്രീം ഇട്ട ഒരു എഫക്റ്റ് വരും നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് വേറെ കെമിക്കലൊന്നും അല്ല എന്തായാലുമല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം. ക്യാരറ്റ്, തക്കാളി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് നല്ല അടിപൊളി സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരു പേടിയും കൂടാണ്ട് നമുക്ക് നമ്മുടെ ഈ വശമൊക്കെയാണ് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കറുത്ത പാടുകൾ ഒക്കെ പോകണമെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മളിത് ഇട്ടേച്ച് ഒരു കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഇരിക്കണം. ഞാനൊരു 20 മിനിറ്റൊക്കെ ഇരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ടേച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 20 മിനിറ്റ് എന്തായാലും ഇരിക്കാറുണ്ട്. അപ്പോൾ കഴുത്തിലോട്ടും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരിതാണ്. അപ്പം ഞാൻ വേറെയൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ പാക്കിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള പാക്ക് ഇതാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ സ്ക്രബിങ് ഒക്കെ ഒരുമാതിരിയൊക്കെ കഴിഞ്ഞ് ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇല്ലേ നമ്മുടെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പാക്ക്. അപ്പോൾ ഇത് കണ്ണിൻ്റെ അവിടെ ഒന്നും ആയാലും കുഴപ്പമില്ല. ഞാനിടുന്ന എൻ്റെ പാക്കൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ നമ്മുടെ ഒരു മാജിക്കൽ ക്രീം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്. ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയെന്നാൽ ഒന്ന് ഫേസ് വാഷ് ഇട്ട് ആദ്യം ഒന്ന് മുഖം കഴുകും. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലെപ്പോഴും എൻ്റെ സ്റ്റോക്കായിരിക്കും. എന്നിട്ട് ഇത് ഈ ക്രീം അങ്ങോട്ട് ഇടും. അപ്പം തന്നെ നമുക്ക് നമ്മുടെ മുഖത്തെ ടാൻ എല്ലാം അങ്ങ് മാറും. ഒക്കെ നമ്മൾ നല്ല കട്ടി തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലോട്ടും കൂടി ഇട്ടു. ഞാനെന്താ കുറച്ച് പയ്യെ പറയണത്, ഈ ക്രീമൊക്കെ ഇട്ടേച്ച് നമ്മൾ അങ്ങനെ ഉറക്കെയൊക്കെ പറയുമ്പോഴേ നമ്മുടെ മുഖത്തൊരിത് വരും.
ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട്? നമുക്ക് പയ്യെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ക്രീം ഇട്ട് കഴിയുമ്പോൾ കണ്ണിലോട്ടൊക്കെ ഇടുമ്പോൾ നല്ല സുഖമാണ്. ഭയങ്കര തണുപ്പാണ് കണ്ണിന്. നമ്മൾ ഈ കോട്ടൻ്റെ അകത്ത് ഐസ് വാട്ടർ പൊക്കി നമ്മൾ വെക്കില്ലേ, അതേ ഫീലാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം മുഖത്തിന് നല്ലതായിട്ട് കളർ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പുള്ളതായിരുന്നു. ഇങ്ങനെ നമ്മളൊരു തുണിയിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ മനസ്സിലായില്ലേ നമ്മൾ കളർ കിട്ടുന്ന കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിനും നമ്മുടെ മുഖത്തിനും ഒരുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ രണ്ടും രണ്ട് നിറമായിരിക്കും. കണ്ടാ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് നിറം കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്നൊരു സാധനം കൂടിയാണ് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ സ്കിന്നിനുള്ള കരിവാളിപ്പ് നമുക്ക് ഇപ്പോൾ പുറത്ത് പോകുമ്പോഴല്ലാണ്ടും ഒക്കെ നമുക്ക് കുറേ ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെയിലത്തൊക്കെ കിടന്നൊരു കരിവാളിപ്പൊക്കെ വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറിപ്പോവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൗഡർ ഇട്ടൊരു ഫീലായിരിക്കും നമുക്ക്. ഇപ്പം ഞാനിപ്പോൾ അത് ഇതൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ഇത് ഞാൻ തുടച്ചൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമുക്കതങ്ങനെയാണ് ഒരു പൗഡർ എഫക്റ്റ് വരും നമുക്ക്. പൗഡർ ഇട്ട ഒരു ഫീല് ഉണ്ടോ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്ത് അല്ലേ. ഇതേ തലയിൽ കുറച്ച് ദിവസമായി എനിക്കവിടെ പോയൊക്കെ വന്നിട്ട് ചെറിയൊരു കോൾഡൊക്കെ പിടിച്ച്. അപ്പം ഞാൻ കുളിക്കാണ്ടൊക്കെ എണ്ണ ഇട്ടുന്നില്ലായിരുന്നു. അതായത് മുടിയൊക്കെ ആപ്പാടിതായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ സ്കിന്നൊക്കെ നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ നല്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി വാഷ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ഇതുകൊണ്ടല്ലേ ചെയ്തേക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്താ പറയുക നിറം കിട്ടണ ഒരിതാണ്. അപ്പോൾ എന്തായാലും ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇടാം. അപ്പോൾ ഡെയിലി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 20 മിനിറ്റ് ഇടേണ്ട കാര്യമില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ ഇടാം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി എല്ലാം ഇട്ടിട്ട്. അപ്പം ഞാനിന്ന് അതുകൊണ്ട് 20 മിനിറ്റ് വരെ ഇട്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ
അഴുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പോകും ഇതിട്ട് കഴിഞ്ഞാൽ. അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ടാണ് ഇതിട്ട് കഴിഞ്ഞാണ്ട. മുഖത്തുനിന്ന് ഇങ്ങനെ ആ കറുപ്പും എങ്ങനെയാണെന്ന് അറിയില്ല പോകുന്നത്, അതുപോലെ വടിച്ച പോലെ അങ്ങ് പോരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് എനിക്ക് എന്താ പറയുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പം അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് നാളെ തന്നെ കാണാം. താങ്ക് യു.